അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ നാസറാക്ക വീണ്ടും വന്നിട്ടുണ്ട്. നാസറാക്കൊക്കെ എന്താ നിങ്ങൾ കോഴിക്കുട്ടിക്ക് കൽക്കൊന്നിനെ കിട്ടുന്ന മാതിരി വഹാബികൾ ഓരോ പീസ് ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മളെ നാസറാക്ക നമ്മളെ പേരോട് ഉസ്താദിന്റെ പകര ഉസ്താദിന്റെ ഒക്കെ പ്രഭാഷണം നാസറാക്ക നമ്മൾ മൂപ്പരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. കാരണം വഹാബികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആൾക്കാരാ. പിന്നെ അവസാനം നാസറാക്ക പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഇതൊന്നും നിങ്ങൾ തീർച്ചയാക്കി ഇസ്ലാമായി നിന്നുകാണ്ട് ഇസ്ലാമായി മരിക്കണമെങ്കിൽ ഇതെന്താ കാട്ടുക എന്നുള്ള നല്ല കുഞ്ഞിരായി കുടിക്കലാ നമ്മളെ നാസറാക്ക. കാരണം ഇസ്ലാമായി ജീവിച്ച് ഇസ്ലാമായി മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യാ വേണ്ടത്. നാസറാക്ക എന്ന ഈ അമ്പിയാക്കള് ഔലിയാക്കള് രോഗം മാറ്റുമോ എന്നല്ല നിങ്ങളെ ചോദ്യം ഉള്ളത്. അപ്പൊ അതിന് എന്ത് ചെയ്യാന്ന് നിങ്ങൾ ഇസ്ലാം പഠിക്കുക കേട്ടില്ല. ഇതേപോലത്തെ ഈ മുജാഹിദിന്റെ സലഫിന്റെ കുട്ടികൾ തരുന്ന പിന്നെ ക്ലിപ്പ് ഇട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളതിൽ കബളിപ്പിക്കപ്പെടുകയാണ്. ഇനി അവര് കബളിപ്പിക്കുന്ന ക്ലിപ്പ് വേറെ വേണമെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെ തോന്നിയാസൊന്നും പറയില്ല. തോന്നിയാസൊന്നും പറഞ്ഞില്ല, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോവുക. ഇപ്പോ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എന്ത് ചെയ്തു? പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അത് പേരോട് ഉസ്താദ് പറഞ്ഞതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ബഹുമാനപ്പെട്ട പിന്നെ പകരം ഉസ്താദും പറയുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവർക്കൊക്കെ മാറ്റം വന്നിരേന്നാ മറ്റേ മൗലവി സാറ് പറയുന്നത്. ആ ഒരു അഭിപ്രായത്തിലാണ് നമ്മളെ നാസറാക്കിയുള്ളത്. നാസറാക്ക എന്നാ ഇനി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളിപ്പോ പോലൊന്നും പണ്ഡിതന്മാരല്ല, ഇവർക്കൊന്നും ഇസ്ലാം അറിയില്ല എന്നുള്ള വാദക്കാരനല്ല നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ പേരെന്താണെന്ന് നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? ഒരുപാട് ഹദീസുകൾ, ധാരാളം ഹദീസുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? പഠിച്ച്. അപ്പൊ പഠിച്ചതൊക്കെ ഇതേപോലെ അന്ന് നിങ്ങളെ മാതിരി സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എന്തില്ല? ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. അതെന്താണ്? മൂപ്പര് ബഹുമാനപ്പെട്ടവർ മറവിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രശ്നം എന്ത് പറഞ്ഞു? ഇപ്പൊ നിങ്ങളെ പ്രശ്നം അമ്പിയാക്കളും ഔലിയാക്കളും രോഗം മാറ്റുമോ, അല്ലെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നല്ല കാരണമല്ല നിങ്ങളെ ചോദ്യം. പറ്റും, അത് വിശ്വസിക്കാൻ നമുക്ക്. അമ്പിയാക്കളുടെ മൂജിതത്തിലും നമ്മൾ വിശ്വസിക്കണം, ഔലിയാക്കളുടെ കറാമത്തിലും വിശ്വസിക്കണം. ഇത് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് രണ്ടിലും വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയം എന്താണ്, സെലഫിന്റെ ആശയം എന്താണെന്നുള്ളത് ഇൻഷാല്ലാ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ പഠിച്ചു ബൈഹാട്ടാക്കി. പക്ഷെ അത് വേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെല്ലുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് പരാതിപ്പെടുകയാണ്. നമ്മൾ ഡോക്ടറേറ്റ് ചെന്നുകാണ്ട് പറയില്ല, ഡോക്ടറെ എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു പുകച്ചിരി, ഒരു നീച്ചല്, എന്താണെന്ന് അറിയില്ല ഡോക്ടറെ, ഒന്ന് മാറ്റി തരികയെന്ന് പറയില്ലേ? അതേ അർത്ഥത്തിൽ മുത്തുനബി എങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ, എന്താണ് അതിന് പ്രതിവിധിന്ന് മുത്തുനബിനോട് ചോദിക്കുക. അപ്പൊ നാസറാക്കാണ് ഈ നാസറാക്ക പിന്നെ നാസറാക്കാന്റെ വാദം വെച്ച് ഈ ചോദ്യം നാസറാക്കാനോട് ചോദിക്കുകയാണെങ്കിൽ ഒയ്ക്കങ്ങായ ഈ ശിർക്കിന്റെ പരിപാടിയൊന്നും ഞാൻ ചുറ്റൂല, ജല്ലാനോട് പോയി പറയാം, അല്ലെങ്കിൽ ദർമാസത്തിലേക്കാൻ പോയിക്കോന്ന മുത്തുനബി പറഞ്ഞത്. അല്ല നാസറാക്ക, പഠിക്കുക, ഇസ്ലാം പഠിക്കും. അവിടെ മുത്തുനബി പറഞ്ഞത് എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് ഒരു തട്ടം അല്ലെങ്കിൽ മുണ്ടു എന്നൊക്കെ പറയാം. അത് എന്ത് ചെയ്തു? അത് റസൂലുള്ളാന്റെ അടുത്തേക്ക് നീട്ടി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള അതിലേക്ക് കൊടുത്തത് എന്നുള്ളതല്ല. ഹദീസും ആണെങ്കിൽ ഇൻഷാല്ലാ പോസ്റ്റ് ചെയ്ത് തരട്ടില്ലേ? ഹദീസ് നിങ്ങൾക്ക് ഇൻഷാല്ലാ പോസ്റ്റ് ചെയ്ത് തരാം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹദീസും പോസ്റ്റ് ചെയ്ത് തരാം. എന്നിട്ട് മുത്തുനബി അതിലേക്ക് കൊടുക്കുക. കൊടുത്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഇൻഷാല്ലാ ഇത് നെഞ്ചത്തോട് മാറോട് ചേർത്ത് പിടിച്ചോ അബൂ ഹുറൈറ. അതിനുശേഷം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് മുത്തുനബിയെ. അങ്ങനെ പൊന്നാന നാസറാക്ക എന്നിട്ട് എന്താ സംഭവിച്ചവരെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്തു? റസൂലുള്ളാഹി തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഒരുപാട് ഹൈറ് കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാന്റെ ജീവിതവും ഹൈറാണ്, റസൂലുള്ളാന്റെ വഫാത്തും ഹൈറാണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? മുജാഹിദീങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ? ഓർക്ക് പിന്നെ മരിച്ചു പോയാൽ പിന്നെ ഒക്കെ കഴിഞ്ഞു എന്നില്ലോടത്തോളം പിന്നെ മുണ്ടാൻ പാടില്ല. നമ്മൾ പിന്നെ ബൈക്കേ പോകാൻ പാടില്ല. വലിച്ച ചേനെ ആട്ടുകൂട്ടിനൊക്കെ കുഴിച്ചിട്ട് പോകുന്ന മാതിരി കുഴിച്ചിട്ട് പോയി. അത് നമ്മളെ വിഷയം അല്ലാത്തോട് ഇപ്പൊ അങ്ങോട്ട് പറയുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെയൊക്കെ സ്വഹാബത്തിനും മുത്തുനബിന്റെ സഹചാരികൾക്കൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവസാനമായി റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോണത് എങ്ങനെ നാസറാക്കാൻ നിങ്ങൾ? റസൂലുള്ള നല്ല 1-ാം നമ്പർ പനി പഞ്ചിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയത്. അന്നൊക്കെ നാസറാക്ക നിങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോ ഇന്ന് ഈ മറ്റേ ചങ്ങായി മുജാഹിദീങ്ങൾ ചോദിക്കണ മാതിരി നിങ്ങൾ ചോദിക്കാമായിരുന്നു. ഇന്നത്തെ അബൂ ഹുറൈറാന്റെ പിന്നെ മറവിക്ക് മരുന്നെടുത്ത മുത്തുനബി, അതേപോലെ ചെങ്കണ്ട് മാറ്റിയ മുത്തുനബി, ഇന്നത്തെ സ്വന്തം പിന്നെ രോഗം മാറ്റാൻ കഴിയാതേന്ന് നാസറാക്ക നിങ്ങൾ ചോദിക്കും. നിങ്ങളെ വിശ്വാസം അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ദുനിയാവെന്ന് വഫാത്തായി പോകുന്നത്. മനസ്സിലായി? അപ്പൊ അത് അള്ളാഹുവിന്റെ ഖദർ ഖലാ എങ്ങനെയാണോ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ നടക്കും എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചത്. പിന്നെ മുജാഹിദീകളെ സംബന്ധിച്ചിടത്തോളം പേപ്പിക്കലാണ്. പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പകര ഉസ്താദിന്റെ പ്രഭാഷണം മണിക്കൂറുകൾ ഉണ്ടാകും, പേരോട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ മണിക്കൂറുകൾ ഉണ്ടാകും. അതിൽ നിന്നും മനുഷ്യന്മാർക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങക്ക് മുജാഹിദീങ്ങൾ തരുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അമ്പിയാക്കളും ഔലിയാക്കളും എന്തുണ്ട്? അവർക്ക് അള്ളാഹു തആല പിന്നെ മൂജിസത്ത് കറാമത്തിലൂടെ കിട്ടുന്ന സംഗതിയാണ് പേരോട് ഉസ്താദും പറഞ്ഞത്, ബഹുമാനപ്പെട്ട പകര ഉസ്താദും പറഞ്ഞത്. ഓരോന്നും തിരുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല. ഒരു തിരുത്തിയാൽ എന്താണെന്ന് നിങ്ങൾ ഓരും വഹാബികളാവും.
മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാം എന്ത് ചെയ്യാ പഠിക്കുക. ഇനി ഒന്നും കൂടെ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ അവസാനങ്ങൾ അമ്പിയാക്കളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതുപോലെ ഔലിയാക്കളിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മുജാഹിദീങ്ങളോട് ഈ കാലഘട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടല്ലോ ഉണ്ട് എന്ന് നാസറാക്കി പറയുന്നുണ്ട്, മറ്റേ മൗലവിയും പറയുന്നുണ്ട്. ഇന്ന് മുജാഹിദീങ്ങളെ കൂട്ട അല്ലെങ്കിൽ ഈ ലോകത്ത് ഈ മുജാഹിദീങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള നാസറാക്കാന്റെ വിശ്വാസമുള്ള ഒരു ഔലിയങ്ങൾ കാണിച്ചു തരും, ഒരൊറ്റ ഔലിയങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ മാറാൻ പാടില്ല. ഒരു ഔലിയങ്ങൾ കാണിച്ചു തന്നെ ഞങ്ങൾ ഉസ്താദുമാർ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമല്ല, പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കൂല. അപ്പൊ ഇതിന് എന്തേ പരിഹാരമുള്ളൂ? നിങ്ങൾ വിശ്വസിക്കണ, നിങ്ങൾ പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ച ഔലിയാക്കൾ ഉണ്ടല്ലോ, ഉറപ്പല്ലേ? മുസ്ലിമീങ്ങൾ വിശ്വസിക്കണം. കിയാമന്നാൾ വരെ ഉണ്ടാകുന്നില്ലത് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാസറാക്ക മനസ്സിലാക്കിയ ഔലിയാക്കളെ ഒരാളങ്ങൾ പറഞ്ഞേരി. എന്നിട്ട് അതിന്റെ ഒരു കറാമത്തും ഇൻഷാ അല്ലാഹ് നാസറാക്ക കാണിച്ചേരി. ഈ യൂട്യൂബിന്റെ മുന്നിൽ കാണിച്ചു തന്നാൽ മതിയല്ലോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞേരി, നിങ്ങൾ പറയൽ നിങ്ങൾക്ക് ബാധ്യതയാണ്. ഇത് നിങ്ങൾ നാസറാക്ക് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾ കറാമത്തിന് നിഷേധിയാണ്, പിന്നെ മൂജിസത്തിന് നിഷേധിയാണ്. അമ്പിയാക്കളെ നിങ്ങൾ അംഗീകരിക്കണൂല, ഔലിയാക്കളെ നിങ്ങൾ അംഗീകരിക്കൂല എന്ന് നിങ്ങൾ ആരോണം പറയല്ല, തോന്നിയാസം പറയല്ല. ഇത് നിങ്ങൾ കാണിച്ചു തരണം. ഒരു ഔലിയായിനെയും കാണിച്ചു തന്നെ, ഒരു കറാമത്തും നിങ്ങൾ കാണിച്ചു തന്നെ. അത് നിങ്ങളെ പേര് പറഞ്ഞു കിട്ടേ.